മുക്തയോ? നിന്നെ കാണുമ്പോ എനിക്കിപ്പോ ടെൻഷനാ. കഴിഞ്ഞ ദിവസം നീ കൈലാഷിനെ കൂട്ടിക്കൊണ്ടുപോയി ആനിവേഴ്സറി ഫംഗ്ഷൻ നശിപ്പിച്ചു. വിളിച്ചു വരുത്തിയവരുടെ മുന്നിൽ ഞങ്ങൾ നാണം കെട്ടു. ഇന്നിനിപ്പോ എന്ത് പ്ലാനുമായിട്ടാ നീ വന്നിരിക്കുന്നേ? ആന്റിയെ നാണം കെടുത്താനല്ല, വലിയൊരു നാണക്കേടിൽ നിന്ന് ആന്റിയെയും അങ്കിളിനെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ വന്നിരിക്കുന്നെ. വലിയ നാണക്കേടിന്ന് രക്ഷിക്കാനോ? എന്താ മുക്ത? കൈലാഷ് എവിടെ? റൂമില് ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട് അത്രേ. പോവാൻ ഡ്രസ് ചെയ്യാ. അവൻ കാണാൻ പോകുന്ന ക്ലയന്റ് ആരാണെന്ന് ആന്റി ചോദിച്ചോ? ഇല്ല. എന്താ മുക്ത? ചോദിച്ചാലും കൈലാഷ് പറയില്ല. അതെന്താ? ഞാൻ പറഞ്ഞുതരാം. അവളില്ലേ, ആ പാർവതി, അവളുടെ അമ്മയും ചേച്ചിയും പിന്നെ ചെറിയ വായിലെ വലിയ വർത്തമാനം പറയുന്ന ആ പിള്ളേരും, അവരാ കൈലാഷിന്റെ ക്ലയൻസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് തെളിച്ചു പറഞ്ഞേ. പാർവതിയുടെ ബർത്ത്ഡേ ആ നാളെ. അത് സെലിബ്രേറ്റ് ചെയ്യാൻ നാട്ടിൽ നിന്നും അവളുടെ അമ്മയും ചേച്ചിയും വന്നിട്ടുണ്ട്. കൂടെ ആ പിള്ളേരും. അവർക്ക് ഈ ടൗണൊക്കെ ചുറ്റി കാണണം. അവരെ കൂട്ടിക്കൊണ്ടുപോയി ടൗൺ കാണിക്കാനാ കൈലാഷ് കുളിച്ചൊരുങ്ങി പോകുന്നത്. ചുരുക്കി പറഞ്ഞ PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD അവർക്ക് വേണ്ടി ഡ്രൈവർ പണി എടുക്കാൻ പോവുകയാണെന്ന്. വെള്ളപ്പൊക്കത്തില് നാടും വീടും നഷ്ടപ്പെട്ട പുറംനാട്ടുകാരെ കൂടും കുടുക്കി എടുത്ത് ടൗണിൽ വന്നിറങ്ങില്ലേ, അതുപോലെയാ അവര് വന്നിറങ്ങിയത്. ബസ് സ്റ്റാൻഡിൽ പോയി അവരെ പിക്ക് ചെയ്തത് ആരാണെന്ന് അറിയൂ? ആന്റിയുടെ മോൻ. കമ്പനിയിൽ എന്തൊക്കെ ജോലിയുണ്ട്, അതൊന്നും കൈലാഷിന്റെ പ്രശ്നമേ അല്ല. അവര് വരുന്നോന്ന് അറിഞ്ഞ ഉടനെ ജോലിയൊക്കെ അവിടെ ഇട്ടിട്ട് ഒറ്റ പോക്ക്. ചുരുക്കി പറഞ്ഞ റെന്റ് കൊടുക്കാതെ അവർക്കൊരു വണ്ടിയും കിട്ടി, കാശ് കൊടുക്കാതെ അവർക്കൊരു ഡ്രൈവറേയും കിട്ടി, ടൗണ് കാണിക്കാൻ ഒരു ഗൈഡിനെയും കിട്ടി. കൈലാഷ് അവരുടെ മുന്നിൽ ഒരു കോമാളിയെ പോലെ നിൽക്കുന്നത് കണ്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി ആന്റി. നീ പറഞ്ഞത് സത്യമാണോ മുക്ത? ഞാൻ എന്തിനാ ആന്റിയോട് കള്ളം പറയുന്നത്? ഞാൻ പറയുന്നത് ആന്റിക്ക് വിശ്വാസം ആകുന്നില്ലെങ്കിൽ ഭൂമിക മാഡത്തിന്റെ നമ്പർ ഞാൻ തരാം, ആന്റി വിളിച്ചു ചോദിക്കും. എന്നോട് അവൻ കള്ളം പറഞ്ഞു. ഇവിടെ അടിച്ചു തളിക്കാൻ നിന്നവർക്ക് വേണ്ടി അവൻ എന്നോട് കള്ളം പറഞ്ഞു. അവനെ പോവാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ ധിക്കരിച്ചുകൊണ്ട് അവൻ ഈ പടിക്ക് പുറത്തിറങ്ങുന്ന എനിക്കൊന്ന് കാണണം. ആന്റി നിക്കേ, ഞാനൊന്ന് പറയട്ടെ. ആന്റി പോകരുതെന്ന് പറഞ്ഞാലൊന്നും കൈലാഷ് കേൾക്കില്ല. ആന്റി ദേഷ്യപ്പെട്ടാലും അവൻ മൈൻഡ് ചെയ്യില്ല. അവനെ തടയണമെങ്കിൽ അവനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യണം. ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാനോ? എങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. അയ്യോ മമ്മി, അയ്യോ മമ്മി, 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 കണ്ണോർക്ക് മമ്മി, മമ്മി എണീക്ക്. മമ്മി, 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 കണ്ണോർക്ക് മമ്മി, മമ്മി ഒന്ന് എണീക്ക് മമ്മി. അങ്ങോട്ടിരിക്കാം. മമ്മി, എന്താ ഉണ്ടായത് മമ്മി? എനിക്കറിയില്ല മോനെ. കാലത്ത് എഴുന്നേറ്റ് വരുമ്പോഴേ തലകറക്കമുണ്ട്. ഞാൻ പിന്നെ അത് കാര്യമാക്കിയില്ല. പെട്ടെന്ന് എന്തോ കണ്ണില് ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. തലകറക്കമുള്ളത് മമ്മി എന്താ എന്നോട് പറയാതിരുന്ന? മമ്മി വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മോനെ, രാത്രി ടാബ്ലറ്റ് കഴിക്കാതെ കിടന്നത്.
കാലത്തും കഴിക്കാൻ മറന്നുപോയി, അതുകൊണ്ടായിരിക്കും. ടാബ്ലറ്റ് കഴിച്ചാൽ മാറിക്കോളും. ടാബ്ലറ്റ് എവിടെ വെച്ചിരിക്കുന്ന? ഞാൻ എടുത്തിട്ട് വരാം. ദാ അവിടെ. മമ്മി ദാ. ദാ, കഴിക്ക്. തലകറക്കം മാറി മമ്മി? ഇല്ല മോനെ, എനിക്കിപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ തലകറക്കം വരാറുണ്ട്.